മളാഞ്ചി വിടും മളാഞ്ചി. ഇതാരിട്ടെന്നേ? ആരിട്ടെന്നേ? ആരിട്ടെന്നത് പറീ. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്തൊക്കെ എല്ലാവരും ഈദൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളും അൽഹംദുലില്ലാ ഉഷാറായിട്ടൊക്കെ പോയിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണി. അപ്പോൾ നമ്മൾ കുറച്ച് ബിസി ആയി പോയിട്ടോ, അതാണ് നമ്മളെ വീഡിയോ കുറച്ച് ലാഗായത്. അപ്പോൾ ഇതാ നമ്മളൊരു 5 o'clock ആയപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ അതിനു ബേബി എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടാക്ക് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫുഡൊക്കെ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും കുഞ്ഞുട്ടാക്കും കൂടി പ്ലാൻ ചെയ്ത് എഴുന്നേറ്റതായിരുന്നു. കാരണം ഇവിടെ വന്നതിന് ശേഷം ഇക്കാക്കും ഈ ഒരു ദിവസം മാത്രമായിട്ടോ ഡ്യൂട്ടി ഇല്ലാണ്ട് ഞങ്ങളെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പം മാക്സിമം നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പെട്ടെന്ന് ഫ്രീ ആവാന്ന് വെച്ചിട്ടാട്ടോ പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ തീർക്കണേ. അപ്പം ഞങ്ങൾ ഇന്ന് മന്തിയും അതേപോലെ ചിക്കൻ മന്തി, അതേപോലെ ബീഫ് ഫ്രൈ, പിന്നെ ചിക്കൻ പൊരിച്ചത്, അങ്ങനത്തെ ഐറ്റംസൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ റെസിപ്പീസൊന്നും പറയണില്ല, ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് വെച്ചിട്ടുള്ള ഒരു മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് അങ്ങനെ മന്തിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെ ആരും പറഞ്ഞേക്കില്ല. ഇവിടെ കൂടുതലും ബിരിയാണി, പിന്നെ വേറെ കുറേ റൈസിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ നമുക്കതൊക്കെ തരാറുണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റൈലിലുള്ള ഈ ഒരു റൈസ് അവർക്കും കൂടി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അവർക്കും കൂടി ഉള്ളത് ആഡ് ആക്കിയിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അതായത് ഇക്കാൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവർക്കും, അതേപോലെ നമ്മളെ താഴെയുള്ള നമ്മളെ ഹോണർ അവർക്കും കൂടെ. അപ്പം അവരൊക്കെ ഓൾറെഡി ഹോണർക്ക് ഓൾറെഡി ഇതുണ്ട്. അപ്പോൾ അവരവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മളിതിൽ നിന്ന് കുറച്ച് കൊടുക്കാന്നുള്ള പ്ലാനാണ്. പിന്നെ നമുക്ക് സ്വീറ്റായിട്ട് റെഡിയാക്കുന്നത് നമ്മളെ കസ്റ്റാർഡ് തന്നെയാണ് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് പണി ഒരുപാട് തീർക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതായിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ പാലവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ ഒരു പുതിയ ഗസ്റ്റ് വന്നത്. അതായത് നമ്മളെ ഓണറുടെ മോളും ഫാമിലിയൊക്കെ ഈദിന് അവർ ഇങ്ങോട്ടാട്ടോ വന്നിട്ടുള്ളത്. അവർ അങ്ങനെ എപ്പോഴും വരാറില്ല നിൽക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തവണ ഈദ് ഇവിടെ കൂടാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ നൈറ്റ് ഒരു 3 മണിയൊക്കെ ആയപ്പോഴായിട്ട് എത്തിയത്. അപ്പം അവരെ പെറ്റാണ് കേട്ടോ ഈ ഒരു തത്ത. അപ്പോൾ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊന്നും കൈ കാണിച്ചിട്ട് ആൾ വന്നില്ല, പക്ഷേ അവർ കൈ കാണിച്ചപ്പോൾ പോയിട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കസ്റ്റാർഡ് ഈ ഒരു ഫ്ലേവറാണ്, വാനില ഫ്ലേവർ. എനിക്ക് പേഴ്സണലി ആ ഒരു ഫ്ലേവറാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ പാല് തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഷുഗറൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇക്കാക്കാൻ ഞാൻ ഈ ബീഫിൻ്റെ പരിപാടി ഫുൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെങ്ങനെ ഭയങ്കര എന്താ പറയുക മൂടാക്കിയിട്ട് നിർത്തിയേക്കാണ് ആ പരിപാടി ആളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കാര്യമായിട്ടുള്ള ഹെൽപ്പിങ്ങിനൊന്നും ആളെ കിട്ടാറില്ല. കാരണം ആളെ ഫുൾ ബിസിയാണ്. അപ്പോൾ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഫുള്ള് ടയേർഡായിട്ടായിരിക്കുമല്ലോ വരിക. അപ്പോൾ പിന്നെ നമുക്ക് അത് ചെയ്ത് തരുമോ ഇത് ചെയ്ത് തരുമോ ചോദിച്ച് അടക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇന്നാണ് ഫ്രീ ആയിട്ടൊന്ന് കിട്ടിയത്. അപ്പം ഞാൻ വെറുതെ ഒരു ഐഡിയ ഇറക്കിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആളെ ബീഫിൻ്റെ പരിപാടി അങ്ങോട്ട് ഫുള്ള് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മളെ കസ്റ്റാർഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊന്നും ഇപ്പോൾ റെസിപ്പീസൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇക്കാക്കന്നെ മക്കളൊക്കെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഇക്കാക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണേ. അപ്പോൾ ഇതൊക്കെ ഇത്തവണ ഷർട്ട് എടുത്തത് ആൾക്ക് തീരെ പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇട്ടപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് സമയം ഉറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല നൈറ്റ് തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേനു. പിന്നെ ഇതൊരു ഗെറ്റ് റെഡി അപാരതയാണ്. നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് എടുക്കാനറിയില്ല, എന്നാലും നമ്മൾ ഐഡിയ വെച്ചിട്ടൊക്കെ നമ്മൾ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ടോ. അപ്പം ഞാനും അസിമോളും ഇക്കാക്കിയും ഇട്ട് വന്നപ്പം ഏകദേശം ഒരു വൈറ്റ് കോമ്പിനേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ കുഞ്ഞു പെണ്ണുങ്ങൾക്ക് വൈറ്റും ഉണ്ട് ബ്ലൂ. നമ്മൾ വലിയ സംഭവമായിട്ട് ഇത്തവണ ഇത് ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ തട്ടിക്കൂട്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ ഏതായാലും കുഴപ്പമില്ല, എല്ലാവരും ഉഷാറായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ അതിന് ബേബിയൊക്കെ റെഡി ആയിട്ട് ആൾക്കാരൊക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിത് അധിക സമയം കിട്ടൂല, അപ്പേക്കും നമ്മൾ പോയിട്ട് വരാന്ന് കരുതിട്ടോ. അപ്പൊ ഇതാ അസിമോള് കുറെ എന്തെല്ലാമൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്ത് പോവാണ്. ബൈ ബൈ ബൈ. ഞങ്ങൾ പോകുമ്പോൾ കാണാം. ബൈ.
പിന്നെ റെഡി ആയിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഫാമിലീസും കാര്യങ്ങളൊന്നും വരാനില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ അവർക്കൊക്കെ എത്തിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഇന്ന് ബസ്സിലാണ് കേട്ടോ നമ്മൾ ട്രാവലിങ് ചെയ്തത്. കുറേ ആയിട്ട് നമ്മളിങ്ങനെ ബസ്സിലൊന്നും അധികം പോവാറില്ല. നമ്മൾ ബേബീസിനായിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇക്കാക്കി ഞാനും കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫയറായിരുന്നു കേട്ടോ. നമ്മൾ 2 ബേബീസും ഫുൾ അലമ്പാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇനി ബസ് പോവണ്ടെന്നുള്ള തീരുമാനത്തിലാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനലി നമ്മൾ ഈ ഒരു ആന്ധ്രയിലൊരു വലിയ ടൗണാണ് തോന്നുന്നുണ്ട്, ചിറ്റൂർ എന്നൊക്കെ പറയും, വേലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ പോയി അവിടെ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ഫയർ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുഞ്ഞുട്ടിയൊക്കെ പറഞ്ഞു കുറച്ച് സമയം എനിക്ക് ഫ്രീ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫൺ പാർക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു 3/4 മണിക്കൂർ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവരവിടെ ഫുള്ള് എൻജോയ് ചെയ്തു. ഞാനും കുഞ്ഞുട്ടിയാക്കിയും കുറച്ച് സമയം അവിടെ മാറിയിരുന്നിട്ടോ അവരെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആവാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളെ എന്താ പറയുക നമ്മൾ വിട്ട് പോവേ ഇല്ല, ഫുള്ള് അലമ്പാക്കിയിട്ട് നമ്മളെ വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ പോയപ്പോൾ പിന്നെ കുറേ സമയം അവർ അവിടെ കയറി ഇവിടെ കയറിയിട്ട് അസിമോൾ ചെയ്യുന്ന പോലെ തന്നെ അനുബേബിയും ഒക്കെ ചെയ്തു കേട്ടോ. പക്ഷെ അനുബേബി ആൾ കുറച്ച് സ്ലോ ആണ്. അനുബേബി അസിമോൾ എന്താ ചെയ്യണേ അതിനേക്കാൾ അപ്പുറം ഓളും ചെയ്യും, ആ ഒരു മട്ടിലാണ് കേട്ടോ. അപ്പം അനുബേബിക്ക് ഭയങ്കര പേടിയാണ് എല്ലായിടത്തും കയറി മറിയാൻ വേണ്ടിയിട്ട്. അവിടെ പിന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ പിന്നെ അവിടെ വേലൂർ ഒരു ബ്രിട്ടീഷുകാരെ കോട്ട ഉണ്ടായിരുന്നു കേട്ടോ. വലിയൊരു കോട്ടയാണ്, അവിടെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം സമയം ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വല്ലാണ്ടൊന്നും നമുക്ക് സീൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അവിടെ ഒന്നും കാണാൻ പറ്റി. നമ്മൾ ക്യാമറയിൽ അധികം ഷൂട്ടാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഇവിടെയും നമ്മളെ ബേബീസ് ഫുൾ അലമ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിട്ട് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈദിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നമ്മളെ ചാനലും നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടണം, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും. ഇൻഷാല്ലാ നമ്മൾ 10-ാം തീയതി ഒക്കെ ആയിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.